Welcome to Flavors of Thailand. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്ന നൈറ്റ് മാർക്കറ്റാണ്. ഞാനിപ്പോൾ ക്രാബിയിലെ എൻ്റെ താമസ സ്ഥലത്തു നിന്നും രാത്രി കാഴ്ചകൾക്കായിട്ട് ഇറങ്ങുകയാണ്. നൈറ്റ് മാർക്കറ്റ് ഇത് ക്രാബിയിലെ നൈറ്റ് മാർക്കറ്റാണ്. അപ്പോൾ അവിടെ കുറേ വിശേഷങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു എന്താ പറയുക കണ്ടക്റ്റഡ് ടൂർ മാതിരി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ടൂർ പോലെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾക്കായിട്ട് വാഹനം വെയിറ്റ് ചെയ്യുന്നു. വാഹനത്തിൽ കയറുന്നു, അവർ നൈറ്റ് മാർക്കറ്റിൻ്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകും. ഒരു 2 to 3 hours നമുക്ക് അവിടെ കിടന്ന് കറങ്ങാൻ പറ്റും. അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാം. അപ്പോൾ എന്നോട് കൂടെ വരിക. ഓക്കെ, നല്ല കംഫർട്ടബിളാണ് ഇവിടുത്തെ വാൻസ് എല്ലാം തന്നെ. അപ്പോൾ ഇത് നമ്മുടെ പ്രൈവറ്റ് ടൂറാണ്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ പല പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഐലൻഡ് ടൂർ പോലെ തന്നെ നൈറ്റ് മാർക്കറ്റ് ടൂർ ഒക്കെ രസകരമായ കാഴ്ചകളാണ്. പക്ഷേ അത് രാത്രി മാത്രമേ ഉള്ളൂ. 6 to 9 ആണ് ഇവരുടെ സമയം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി താമസിച്ചു, 6 മണിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. 6:45 ആയി. അപ്പോൾ നമ്മളുടെ ടൈം ഒരു 2 hours ചുരുക്കണം. 9 മണിക്ക് നമ്മളെ തിരിച്ച് താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകും. നമ്മൾ നൈറ്റ് മാർക്കറ്റിൻ്റെ സ്ഥലത്തെത്തി. ഇത് അത്ര അടുത്തല്ല, കുറച്ച് ദൂരമാണ്. ഏകദേശം ഒരു 20 minutes ഡ്രൈവ് ഉണ്ട്. ഇങ്ങോട്ട് നോക്കൂ, റോഡിൻ്റെ ഒരു സൈഡിലേക്ക് എന്ത് കളർഫുൾ ആയിരിക്കണം നോക്കുക. ആ സ്ട്രീറ്റ് കംപ്ലീറ്റ് നൈറ്റ് മാർക്കറ്റാണ്. മനോഹരമായ ധാരാളം കാഴ്ചകൾ. ഇവിടെ കയ്യിലിടുന്ന സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ. ഇതെല്ലാം നല്ല നല്ല ബാഗുകൾ. പലതരം കത്തി. എൻ്റെ അമ്മേ, ഇത് നല്ല ഭാരം. 180 baht. നല്ല ഹെവി. ഇത് പല പല ടൈപ്പ് ഇവിടെ ഉണ്ട്. ബുദ്ധൻ്റെ തലയുള്ള മാലാസ് 70 എല്ലാം 70. ഇതെല്ലാം കീ ചെയിൻസ്. പെന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. 100 baht. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ബാഗ്സ്. എല്ലാം ഹാൻഡ് മെയ്ഡാണ്. അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ആ ലേഡി. ഡ്രസ് മെറ്റീരിയൽസ്. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഇവിടെ. പേപ്പർ ആർട്ട്. ഇത് രസമായിട്ട് പേപ്പർ കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് ബ്യൂട്ടിഫുള്ളായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതൊരു കാർഡാണ്. ഇതിൻ്റെ വില 250 baht. ഒരു 500 രൂപയുടെ കാർഡാണ്. ഇത് ആർക്കെങ്കിലും കൊടുത്തു കഴിയുമ്പോൾ അതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ നോക്കൂ, ആഹാ, ഒരു മരവും കുറേ പൂക്കളും ഇലകളും ഒക്കെ ആയിട്ട് വരുന്നു. കണ്ടല്ലോ, ഇതെന്തോ രസമല്ലേ. ക്ലോസ് ചെയ്യുന്നു, തുറക്കുമ്പോൾ ഇരിക്കുന്നത്. ഇതൊരു കാർഡാണ്. ഇങ്ങനെ ബർത്ത്ഡേ കാർഡ്സ്, അങ്ങനത്തെ കാർഡ് ഇതുപോലെയാണ് എല്ലാം. ഇത് താങ്ക് യു കാർഡ്. നമുക്കൊരു ആൾക്ക് താങ്ക് യു പറഞ്ഞ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുക. ആ ആളത് തുറന്ന് നോക്കുമ്പോൾ അതിമനോഹരമായ ഒരു 3D വിഷ്വൽ പോലെ ഇങ്ങനെ വരും. ക്ലോസ്. ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ നമുക്ക് സൊവിനിയർ പോലെ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഐ ലവ് ക്രാബി എന്ന് വന്നിട്ട് കുറേ കാര്യം. ഇത് അവരുണ്ടാക്കുന്നതാണെന്നാണ് പറയുന്നത്.
ഫോട്ടോഗ്രാഫർ. ആഹാ, നമ്മൾ പോയ സ്ഥലമൊക്കെയാണ്. ഐ ലവ് ക്രാബി. ഫ്രിഡ്ജിൽ ഒട്ടിച്ച് വയ്ക്കാൻ പറ്റിയ മാഗ്നറ്റ്സ്. ഫോട്ടോ ഫ്രെയിം പോലെ ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ. ഐ ലവ് ക്രാബി. ഇവിടെ നല്ല ക്രൗഡാണ്. അടുത്ത ഷോപ്പിലേക്ക് കയറാം. ഇതിനകത്ത് സെൻറ്റഡ് ക്യാൻഡിൽസ് ആണ് കംപ്ലീറ്റ്. നോക്കൂ, 40. ഇതെല്ലാം ട്യൂലിപ്പ് എന്ന് പറഞ്ഞാൽ ട്യൂലിപ്പിൻ്റെ മണം, വാനിലയുടെ മണം, റോസിൻ്റെ സ്മെല്ല്, ഇതെല്ലാം ഓരോന്നും 40 to 30 ആണ് വില. ബട്ട് വെരി നൈസ്. ഇത് ഫുൾ സെറ്റാണ്. ഒരു ഫുൾ സെറ്റിന് 60 രൂപ. ഇത് റോസ്. ഇത് മിക്സ്ഡ് ഫ്ലവർ. ഇത് റോസ്. എന്താ മണം! ഇത് കത്തിക്കുമ്പോൾ ഭയങ്കര മണമായിരിക്കും. എന്ത് ഭംഗിയറിയോ! ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. ബ്യൂട്ടിഫുൾ. ട്യൂലിപ്പുണ്ട്. പിന്നെന്താ, റോസാണ്. പിന്നെ മിക്സ്ഡ് ഫ്ലവേഴ്സ്. ഇത് കംപ്ലീറ്റ് ഹാൻഡ് മെയ്ഡ് ഷൂസിൻ്റെ. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ഷൂസ്. 259. ഈ കാണുന്നതെല്ലാം 100 ഉള്ളൂ. ഇതെല്ലാം 100. ഓൾ ഹാൻഡ് മെയ്ഡ്. എങ്ങോട്ട് നോക്കണം എന്നറിയാതെ ഞാൻ കിടന്ന് കറങ്ങാണ്. 2 സൈഡിലും മാറി മാറി പോവാണ്. ഇതെന്താ? അയ്യോ, ബ്യൂട്ടിഫുൾ നോട്ട്ബുക്സ് ആണ്. കവർ ഇട്ട് വെച്ചിരിക്കുക. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് വർക്കാണ് അല്ലേ. നോട്ട്ബുക്കിൻ്റെ കവറാണ് ക്ലോത്ത് വെച്ചിട്ട് ചെയ്തിരിക്കുക. പക്ഷെ നല്ല വിലയുണ്ട്. 199 ബാട്ട്. അതായത് 400 രൂപ കൊടുത്താൽ ഇത്തരം നോട്ട്ബുക്സ് വാങ്ങിക്കാം. അതിനകത്ത് എഴുതാം നോട്ട്ബുക്ക്. നോക്കൂ, ഇതെല്ലാം വാങ്ങി ഫ്രെയിം ചെയ്താൽ എന്ത് ഭംഗിയായിരിക്കും. ഇതൊക്കെ നല്ല വിലയുണ്ട്. ഇത് 1500. ദിസ് ഈസ് ഹൗ മച്ച്? 1800. ഒരെല്ലാം 1000 above ആണ് റേഞ്ച്. ഇത് ഗോൾഡൻ വർക്കാണ്. ആഹാ, വാങ്ങി ഫ്രെയിം ചെയ്യാൻ പറ്റിയ കാര്യം. ഓൾ ബാറ്റ്സ്. ഇതെല്ലാം കംപ്ലീറ്റ് പെയിൻറ്റിങ്സ് ആണ്. അതിൻ്റെ സ്മോൾ ആൻഡ് ബിഗ്. ദിസ് ഈസ് സ്മോൾ, നോ? ഓക്കെ. ഇവിടെ കുറേ ഹാൻഡ് മെയ്ഡ് നിറ്റ് ചെയ്തെടുക്കുന്ന കുറേ കാര്യങ്ങളാണ്. നിറ്റഡ് ഐറ്റംസ് കണ്ടില്ലേ? ഈ ചെയിൻസ് എല്ലാം നിറ്റ് ചെയ്തുണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒന്നിന് ഹൗ മച്ച്? 69 for 1. 69. ക്യൂട്ട്. ഇവിടെ കുറേ ഉണ്ട്. ആ പുള്ളിക്കാരി ഇരുന്ന് അത് നിറ്റ് ചെയ്യുന്ന കാഴ്ചയും കാണാം. ഈ ഭാഗത്ത് നോക്കൂ, ഇവിടെ പെയിൻറ്റഡ് പോസ്റ്റ് കാർഡ്സ് ആണ്. ഒരു കുട്ടി ഇരുന്ന് അതിൻ്റെ ടാലൻ്റാണ് അതെല്ലാം പെയിൻറ്റ് ചെയ്യുവാണ്. ആ കുട്ടി പെയിൻറ്റ് ചെയ്ത പോസ്റ്റ് കാർഡ്സാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. നോക്കൂ, കാണാൻ എന്ത് ഭംഗി അറിയോ.
അല്ലേ? അതിൽ നമ്മൾ വാങ്ങിക്കൊടുത്ത കീ ചെയിനിൽ നമ്മൾ പറയുന്ന പേര് അവർ എഴുതി തരും. 39 baht ഒരു പെയറിന്. യെസ്, താങ്ക് യു. ഇവിടെ കംപ്ലീറ്റ് ഫ്രിഡ്ജ് മാഗ്നറ്റ്സിൻ്റെ ഒരു പലവറ തന്നെയുണ്ട്. ഒരെണ്ണത്തിന് 25 baht, 10 ഫ്രീ കിട്ടും. 25 baht. ഇതേ അവിടെ വെച്ചിരിക്കുന്ന എല്ലാം അരി, പലവഞ്ച, നമുക്ക് ഇങ്ങനെ ചാക്കിൽ വെച്ചിരിക്കുന്നതായിട്ട് ഇതെല്ലാം ഫ്രിഡ്ജിലെ മാഗ്നറ്റ്സ് ആണ്. എല്ലായിടത്തും തിരക്കാണ്. ഫ്രിഡ്ജ് മാഗ്നറ്റ്സിന് അവിടെ ഭയങ്കര തിരക്കാണ്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇങ്ങനെ തലയിൽ വയ്ക്കുന്ന ബോ ഉള്ള സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. പല ടൈപ്പ് ഓഫ് ബോസ്. ഇത് കുട്ടികൾക്ക് പറ്റിയ സാധനമാണ്. ഇത് മാത്രമല്ല, ഒത്തിരി ബോസ് ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു സാധനം, പല ടൈപ്പ് ഓഫ് ക്രൗൺസ് ഉണ്ട്. ഇനിയുണ്ട്. ഭയങ്കര രസമുള്ള കാര്യങ്ങളാണ്. ഇഷ്ടംപോലെ ഹെയർ ബാൻഡ്സ് ധാരാളമായിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റീസ്. ഇവിടെ ഭക്ഷണ സാധനങ്ങളും ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്നു. ഇവിടെ കോക്കനട്ട് മിൽക്ക് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വെച്ച് എനിക്ക് തോന്നുന്നു ബാങ്കോക്കിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കണ്ടതാണ് ഈ ടൈപ്പ് ഓഫ് കോക്കനട്ട് മിൽക്ക് കേക്ക്. യെസ്, കോക്കനട്ട് മിൽക്ക് കേക്ക്. നമ്മുടെ അപ്പം മാതിരി തന്നെയാണ്. അതിങ്ങനെ ഉണ്ണിയപ്പത്തിൽ കാരയിൽ ഉണ്ടാക്കുന്നത്. ഇത് ഷുഗർ പാം കേക്കാണ്. 30 baht. ഇത് ഇങ്ങനെ വരുന്നത്. ഇത് നല്ല ചൂടായിട്ട് സ്റ്റീം ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഷുഗർ പാം. അതിൻ്റെ മേളിൽ ഇതേ തേങ്ങ ചെറുകിയതിട്ട് ആണ് സെർവ് ചെയ്യുന്നത്. ഷുഗർ പാമിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഷുഗർ പാം ഷുഗറാണ്. ഡ്രൈഡ് മാംഗോസ്, പിന്നെ അണ്ടർഗ്ലോസ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ വാങ്ങാൻ. ടോയ്സ്. ഇത് അഗൈൻ സോപ്പ് ഫ്ലവർ. അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സോപ്പ്. ഫ്ലവറിൻ്റെ ആകൃതിയിലുള്ള സോപ്പ്. $100 ഒരെണ്ണത്തിൻ്റെ വില. 100 baht. അവർ ആ സോപ്പിൽ ഫ്ലവർ ഉണ്ടാക്കുന്നത് നോക്കൂ. അതാണ് അവരുടെ ആർട്ട്. ആയിട്ട് റോസ് അവർ ഫ്ലവർ ഉണ്ടാക്കുന്നത് നോക്കാം. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നൈസ്. ഇതെല്ലാം ഫ്ലവേഴ്സും അവരിങ്ങനെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം സോപ്പ് ഫ്ലവറാണ്. 100 baht ഹാൻഡ് മെയ്ഡ്. ഇവിടെ കുറേ കാര്യങ്ങൾ. ഇതൊക്കെ നിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. തൊപ്പി, പലതരം ക്യൂട്ട് തൊപ്പീസ്, നിറ്റഡ് തൊപ്പീസ് അവരുണ്ടാക്കിക്കൊണ്ട് എല്ലാം ഇങ്ങനെ ഹോം മെയ്ഡ് ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളാണ്. ഇതേ കണ്ടില്ലേ? കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ക്യാപ്സ് എല്ലാം അവരിങ്ങനെ നെറ്റ് ചെയ്ത് ഉണ്ടാക്കി വയ്ക്കുന്നു. അവർക്കറിയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യാണ്. അത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. അവിടെ പൈസ ഇട്ട് അവരുടെ സ്കോളർഷിപ്പ്, അവർക്ക് പഠിക്കാൻ ആവശ്യമുള്ള പൈസ അവർക്ക് ഡൊണേഷനായിട്ട് കിട്ടും. ചെയ്യുന്നത്
സൊവിനിയർ ബാഗ്സ് ആണ്. ഇവർ ഇത് ലോക്കലി പറയുന്ന അപ്പാലായി തായ് എന്നാണ്. അവർ ലോക്കലായിട്ട് ഉണ്ടാക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് ബാഗ്സ് ആണ്. ഇവിടെ 100 ബാട്ടാണ് അതിൻ്റെ വില. അതെ, ഇങ്ങനത്തെ ബാഗ്സ്. ബാക്ക് പാക്കും ഉണ്ട്, ഈ ടൈപ്പും ഉണ്ട്. ഇത് കംപ്ലീറ്റ് ടൈനി ഷെൽസിൽ ഉണ്ടാക്കിയിരിക്കുന്ന സൊവിനിയേഴ്സ് ആണ് ഈ ഭാഗത്ത്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ ബോക്സിൽ വെച്ചിട്ടുണ്ട്. ഇത് സ്മൂത്തിക്കുള്ള കാര്യങ്ങൾ ഏത് വേണം അതെല്ലാം കൂടി അടിച്ചിട്ട് സ്മൂത്തി ആക്കി തരും. ഇതിനകത്ത് ജെല്ലി, യോഗട്ട് എല്ലാം കൂടി വെച്ചിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ ആ സ്മൂത്തി കിട്ടും. ദിസ് ഈസ് ഓറഞ്ച് മിക്സ് ഫ്രൂട്ട്. കണ്ടോ, ഇതിങ്ങനെ ഇതിപ്പോൾ കിവി, ആപ്പിൾസ്, പൈനാപ്പിൾ എല്ലാം കൂടി വരുന്ന ഒരു സ്മൂത്തി ആയിരിക്കും. ടൊമാറ്റോ, ഇത് സ്ട്രോബെറിയുടെ ഇത്. ഇതെന്താ, ഇത് വേറെ ഏതാണ്ടൊക്കെ ഉള്ളൊരു സ്മൂത്തി, മാംഗോ സ്മൂത്തി. ഇങ്ങനെ പിന്നെ അല്ലാണ്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ മിൽക്കിൽ ബ്ലാക്ക് ജെല്ലിയൊക്കെ ഇട്ട് തരും. ദിസ് ഈസ് സോയ മിൽക്ക്, കൗ മിൽക്ക്. ഓക്കെ, മിൽക്ക് എന്ന് പറഞ്ഞു. മിൽക്ക്, ഓക്കെ. കുറേ ക്രഷ്ഡ് ഐസ്, അതിലേക്ക് കുറച്ച് ബ്ലാക്ക് ജെല്ലീസ്, കുറച്ച് കറൻസ്, നമ്മുടെ ഓക്കെ. തായ് ഫ്രൂട്ട്, ഓക്കെ, ആ തായ് ഫ്രൂട്ടാണത്, അതിടാം. പാൽ മിൽക്ക്. അതിന് 30 ബാട്ടാണ് ഇതിൻ്റെ വില. 3 ടോപ്പിംഗ്, 3 കാര്യങ്ങൾ, 3 ടോപ്പിംഗ് വെച്ചിട്ട് തന്നിരിക്കുകയാണ്. ഓക്കെ, പാൽ. താങ്ക് യു. 30 ബാട്ട്. ഇത് ഓറിയോ മിൽക്ക് ഷേക്കിന് വേണ്ടിയിട്ടുള്ള സാധനം. ഓറിയോ ഇത് നമ്മൾ ഏതാണ് എടുത്തു കൊടുക്കുന്നത് അതെല്ലാം കൂടി വെച്ചിട്ട് അടിച്ചിട്ട് ഉണ്ടാക്കി തരും. സ്മൂത്തി ബിസിനസ് നന്നായിട്ട് നടക്കുന്നുണ്ട്. സ്മൂത്തി റെഡിയായി. ഒരെണ്ണം കുടിച്ച് തീർന്നില്ല, അതിൻ്റെ മുന്നേ അടുത്തതിലേക്ക് കയറി. താങ്ക് യു. ഇത് അടുത്ത കാര്യം. ഇത് ഓറഞ്ച് ഫ്ലേവേർഡ് ആണ് ഈ സ്മൂത്തി. ഇവിടുത്തെ മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിലെ കരിക്കില്ലേ, കരിക്ക് ഇവിടെ ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് അവർ പ്രത്യേക രീതിയിൽ കരിക്കിൻ്റെ വെള്ളത്തിലിട്ട് വെച്ചേക്കും. ഇതും ധാരാളം ഐസ് ഇട്ടിട്ട് അതിലേക്ക് കരിക്കിൻ്റെ വെള്ളവും കുറച്ച് കരിക്കിൻ്റെ പീസസ് ഇട്ട് കൊടുക്കും. അത് മറ്റൊരു കോക്കനട്ട് ജ്യൂസാണ്. ഇവിടെ ഒരു കൗണ്ടറിൽ സാലഡ്സ് ആണ്, ഒരുപാട് സാലഡ്സ് വിൽക്കുന്നുണ്ട്. ഈ കൗണ്ടറിൽ ഭയങ്കര തിരക്ക്. അപ്പോൾ തിരക്ക് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. ഇവിടെ ഇപ്പോൾ ചൈനീസ് സ്പ്രിംഗ് റോൾസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ ഇവിടെ എന്താണെന്ന് നോക്കട്ടെ. ഇവിടെ ഇപ്പോൾ മാക്രൽ ഫിഷ് കേക്ക്, മീനിൻ്റെ ചെറിയ കാര്യങ്ങൾ ബോൾസ് പോലെ ഉണ്ടാക്കുന്നതാണ് ഫിഷ് കേക്ക് എന്നാണ് പറയുന്നത്. മാക്രൽ. ഇത് മാക്രൽ ഫിഷ്, മാക്രൽ മീനിൻ്റെ കേക്ക്. 20 ബാട്ടാണ് വില. ഗുഡ്. വറുത്തെടുക്കുമ്പോൾ നല്ല വലിയ ബോളാണ്, പക്ഷേ തണുക്കുമ്പോൾ അത് കുഞ്ഞായിട്ട് ചുരുങ്ങും. മാംസവും കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ചേർത്തിട്ട് മാവെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്.
അത് ഇങ്ങനെ 20 ബാht 40 രൂപ സോസിലിട്ട് തരും. നോക്കൂ അതെങ്ങനെയാണ് അവർ ബോൾസ് ആക്കുന്നത്. അതിൻ്റെ മാവെല്ലാം കൂടെ കുഴച്ചൊരു കവറിനകത്താക്കിയിട്ട് ഒരു ഹോൾ ഇട്ടിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ആക്കി. ഏതാണ്ട് ഒരേ സൈസിൽ ഷേപ്പിലും വരുവാണ് എല്ലാം. ഭംഗിയായിട്ടാണ് ആ ഫിഷ് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഫാസ്റ്റായിട്ട് ചെയ്യും. ഭയങ്കര എക്സ്പീരിയൻസാണ് അവർക്ക്. ഇത് കംപ്ലീറ്റ് സീ ഫുഡ് ഐറ്റംസ് അല്ല, ഫ്രഷ് ആയിട്ട് ഐസിലിട്ട് ഐസാണ് വെച്ചിരിക്കുന്നത്, കേടാകാണ്ടിരിക്കും. ഇത് ഏത് സോസിൻ്റെ കൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്ത് തരും. സ്റ്റിക്കി റൈസ് ഉണ്ട്, നൂഡിൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട്, ഗ്ലാസ് നൂഡിൽസ് കമ്പൈൻ ചെയ്ത് തരും. ഭയങ്കര സ്വാദാണ്. തായ് സ്റ്റൈൽ സ്പൈസി മമ, വെർമിസെല്ലി സാലഡ്, മഷ്റൂം സാലഡ് എല്ലാം ഉണ്ട്.